ഇതാണ് മക്കളെ നമ്മുടെ നെയ്യപ്പം, നെയ്യിൽ വറുത്ത നെയ്യപ്പം. ഇത് കഴിച്ചാൽ വായിൽ തേനൂറും, അത്ര ടേസ്റ്റാണ്. നമുക്കൊന്ന് കഴിച്ച് നോക്കിയാലോ? എന്താ കളർ, എന്താ എനർജി അല്ലേ? ഹലോ, നമസ്കാരമുണ്ട്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആണൂസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും ഒരു സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നെയ്യപ്പമാണ്, നെയ്യപ്പം. അപ്പം നെയ്യപ്പം ഉണ്ടാക്കിയാലോ? എല്ലാവർക്കും ഇഷ്ടമാവും എന്തോ. ഇഷ്ടമായില്ലേലും നമുക്ക് നെയ്യപ്പം ഉണ്ടാക്കാം. ഓക്കെ, നമുക്കൊന്ന് പോയാലോ വീഡിയോയിലേക്ക്. പിന്നെ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് കൂട്ടാക്കുക, ഒന്ന് ലൈക്ക് അടിക്കുക, എല്ലാം ചെയ്യുക. നമ്മൾ ലൈവിലൊക്കെ വരുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടണ്ടേ? കൊള്ളത്തിലെ കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഓക്കെ, ബൈ ബൈ, സീ യു. ഹായ്, ഹലോ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു നെയ്യപ്പമാണ്. അപ്പം നെയ്യപ്പത്തിന് നമ്മൾ 1/2 കിലോ അരി കുതിർത്തി വെച്ചത് അരയ്ക്കാൻ മിക്സിയുടെ ജാറിലിട്ടിട്ടുണ്ട്. ഇനി അതിൻ്റെ കൂടെ നമ്മൾ ശർക്കര പാനിയാക്കിയതാണ് ഇതിൽ ഒഴിക്കുന്നത്, വെള്ളത്തിന് പകരം. നിരമ്പരം നിന്നാൽ മതി. ആദ്യം നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ കുറച്ച് സാധനങ്ങൾ ആഡ് ചെയ്യാനുണ്ട്. ഇതിപ്പം കറക്റ്റ് പരുവത്തിന് നമ്മൾ ശർക്കരപ്പാനി ഒഴിച്ചാട്ടിയതാണ്. ഇനി ഇതിൽ 1-2 സാധനങ്ങൾ ആഡ് ചെയ്യാനുണ്ട്. കുറച്ച് ബേക്കിംഗ് സോഡ ചേർത്തിട്ടുണ്ട്. സോഡാപ്പൊടിയാണ് നമ്മുടെ വീട്ടിൽ പതിവായിട്ട് ഉപയോഗിക്കുന്നത്. ഇനി 4 ഏലക്ക പൊടിച്ചത് ചേർത്തിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി, ഒരു ഫ്രൈ പാൻ അടുപ്പിൽ വയ്ക്കുക, കുറച്ച് ആവശ്യത്തിന് നെയ്യ് ഒഴിക്കുക. ഇനി അതിലോട്ട് നമുക്ക് നമ്മുടെ തേങ്ങാക്കുട്ടന്മാരെ ഒന്ന് റെഡിയാക്കി എടുക്കണം. നെയ്യപ്പത്തിന് നെയ്യാണല്ലോ വേണ്ടത്. അപ്പോൾ ഈ തേങ്ങ ചെറുത് ലൈസായിട്ട് അരിയുക, എന്നിട്ട് നല്ല മൂപ്പിക്കുക. മൂത്ത് വരുമ്പോൾ കുറച്ച് കറുത്ത എള്ളും കൂടി ഇട്ട് പൊട്ടിക്കുക. അപ്പോഴേ അവന്മാർ പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് നല്ല ചുമപ്പിക്കുക. ഏകദേശം ചുമന്ന് വന്നിട്ടുണ്ട്. അപ്പം ഇവനെ നമുക്ക് നമ്മുടെ മാവിനകത്തോട്ട് ആട്ടി വെച്ചേക്കുന്ന മാവിൽ തട്ടാം. നെയ്യപ്പത്തിന് ഒരുപാട് സാധനങ്ങൾ വേണ്ട, കുറച്ച് സാധനങ്ങൾ മതി. നല്ല ഇളക്കുക, എല്ലായിടത്തും ചെല്ലട്ടത്. ഇനി നമുക്ക് അടുത്തതെന്ന് വെച്ചാൽ, അപ്പം നെയ്യപ്പത്തിൻ്റെ മാവൊക്കെ ഇവിടെ റെഡി. ഇനി വീണ്ടും നമ്മൾ കുറച്ച് നെയ്യ് തൂവുക. നെയ്യപ്പം ആയതുകൊണ്ട് നെയ്യ് വേണം. ഇനി അതിനകത്തോട്ട് വേണം നമുക്ക് എണ്ണ എടുത്തൊഴിക്കാൻ. എടുത്തങ്ങ് മറിക്കും മക്കളെ എണ്ണ. നമ്മളിവിടെ എടുത്തേക്കുന്ന പാം ഓയിലാണ്. എണ്ണയ്ക്കൊക്കെ ഒരുപാട് പൈസയാണ്, വില കൂടുതലാണ്. അപ്പോൾ നമ്മൾ പാം ഓയിലാണ് ഇതൊക്കെ വറുക്കുന്നത്. പാം ഓയിലിൻ്റെ കളർ കണ്ടില്ലേ, നല്ല മഞ്ഞ കളറല്ലേ. അപ്പോൾ എണ്ണ ഏകദേശം ചൂടായിട്ടുണ്ട്. നമുക്കിനി നെയ്യപ്പത്തിന് മാവ് കോരി ഒഴിക്കാം. നമ്മളെ മാവിടെ റെഡിയല്ലേ, അപ്പോൾ അത് കോരി ഒഴിക്കാം. ആദ്യത്തെ നെയ്യപ്പത്തിൻ്റെ മാവ് കോരി ഒഴിച്ചിട്ടുണ്ട്. ഞാൻ പൊങ്ങി വരുമ്പോൾ അറിയാം അവസ്ഥ. സംഭവം പൊങ്ങി വന്നിട്ടുണ്ട്. നമ്മളൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു നെയ്യുടെ മണമൊക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ നെയ്യപ്പം ഇങ്ങനെ വീർത്ത് വരുന്നുണ്ട്. അപ്പോൾ അടുത്തത് നമ്മൾ കോരി ഒഴിച്ച് ഒരെണ്ണം പൊങ്ങി വന്നിട്ടേ നമ്മൾ അടുത്ത ഒഴിക്കാവൂ. അപ്പോൾ ഒരു വശം നല്ല ചുമന്ന്, മറ്റേത് പൊങ്ങി വന്നപ്പോൾ അവന് സ്ഥലക്കുറവായി. നമ്മുടെ നെയ്യപ്പം റെഡി. 2 എണ്ണമായി, 3 എണ്ണമായി. കൊള്ളാം. കഴിച്ചോ, എല്ലാവരും കഴിച്ചോ.
ഹായ് ഹലോ, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു നെയ്യപ്പമാണ്. അപ്പം നെയ്യപ്പത്തിന് നമ്മൾ 1/2 കിലോ അരി കുതിർത്തി വെച്ചത് അരയ്ക്കാൻ മിക്സിയുടെ ജാറിലിട്ടിട്ടുണ്ട്. ഇനി അതിൻ്റെ കൂടെ നമ്മൾ ശർക്കര പാനിയാക്കിയതാണ് ഇതിൽ ഒഴിക്കുന്നത് വെള്ളത്തിന് പകരം. നിരമ്പരം നിന്നാൽ മതി. ആദ്യം നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ കുറച്ച് സാധനങ്ങൾ ആഡ് ചെയ്യാനുണ്ട്. ഇതിപ്പം കറക്റ്റ് പരുവത്തിന് നമ്മൾ ശർക്കരപ്പാനി ഒഴിച്ചാട്ടിയതാണ്. ഇനി ഇതിൽ 1-2 സാധനങ്ങൾ ആഡ് ചെയ്യാനുണ്ട്. കുറച്ച് ബേക്കിംഗ് സോഡ ചേർത്തിട്ടുണ്ട്. സോഡാപ്പൊടിയാണ് നമ്മുടെ വീട്ടിൽ പതിവായിട്ട് ഉപയോഗിക്കുന്നത്. ഇനി 4 ഏലക്ക പൊടിച്ചത് ചേർത്തിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി, ഒരു ഫ്രൈ പാൻ അടുപ്പിൽ വയ്ക്കുക. കുറച്ച് ആവശ്യത്തിന് നെയ്യ് ഒഴിക്കുക. ഇനി അതിലോട്ട് നമുക്ക് നമ്മുടെ തേങ്ങാക്കുട്ടന്മാരെ ഒന്ന് റെഡിയാക്കി എടുക്കണം. നെയ്യപ്പത്തിന് നെയ്യാണല്ലോ വേണ്ടത്. അപ്പോൾ ഈ തേങ്ങ ചെറുതിൽ ഐസായിട്ട് അരിയുക. എന്നിട്ട് നല്ല മൂപ്പിക്കുക. മൂത്ത് വരുമ്പോൾ കുറച്ച് കറുത്ത എള്ളും കൂടി ഇട്ട് പൊട്ടിക്കുക. അപ്പോഴേ അവന്മാർ പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് നല്ല ചുമപ്പിക്കുക. ഏകദേശം ചുമന്ന് വന്നിട്ടുണ്ട്. അപ്പം ഇവനെ നമുക്ക് നമ്മുടെ മാവിനകത്തോട്ട് ആട്ടി വെച്ചേക്കുന്ന മാവിൽ തട്ടാം. നെയ്യപ്പത്തിന് ഒരുപാട് സാധനങ്ങൾ വേണ്ട, കുറച്ച് സാധനങ്ങൾ മതി. നല്ല ഇളക്കുക, എല്ലായിടത്തും ചെല്ലട്ടത്. ഇനി നമുക്ക് അടുത്തതെന്ന് വെച്ചാൽ, അപ്പം നെയ്യപ്പത്തിൻ്റെ മാവൊക്കെ ഇവിടെ റെഡി. ഇനി വീണ്ടും നമ്മൾ കുറച്ച് നെയ്യ് തൂവുക. നെയ്യപ്പം ആയതുകൊണ്ട് നെയ്യ് വേണം. ഇനി അതിനകത്തോട്ട് വേണം നമുക്ക് എണ്ണ എടുത്തൊഴിക്കാൻ. എടുത്തങ്ങ് മറിക്കും മക്കളെ എണ്ണ. നമ്മളിവിടെ എടുത്തേക്കുന്ന പാം ഓയിലാണ്. എണ്ണയ്ക്കൊക്കെ ഒരുപാട് പൈസയാണ്, വില കൂടുതലാണ്. അപ്പോൾ നമ്മൾ പാം ഓയിലാണ് ഇതൊക്കെ വറുക്കുന്നത്. പാം ഓയിലിൻ്റെ കളർ കണ്ടില്ലേ, നല്ല മഞ്ഞ കളറല്ലേ. അപ്പോൾ എണ്ണ ഏകദേശം ചൂടായിട്ടുണ്ട്. നമുക്കിനി നെയ്യപ്പത്തിന് മാവ് കോരി ഒഴിക്കാം. നമ്മളെ മാവ് ഇവിടെ റെഡിയല്ലേ, അപ്പോൾ അത് കോരി ഒഴിക്കാം. ആദ്യത്തെ നെയ്യപ്പത്തിൻ്റെ മാവ് കോരി ഒഴിച്ചിട്ടുണ്ട്. ഞാൻ പൊങ്ങി വരുമ്പോൾ അറിയാം അവസ്ഥ. സംഭവം പൊങ്ങി വന്നിട്ടുണ്ട്. നമ്മളൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു നെയ്യുടെ മണമൊക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ നെയ്യപ്പം ഇങ്ങനെ വീർത്ത് വരുന്നുണ്ട്. അപ്പോൾ അടുത്തത് നമ്മൾ കോരി ഒഴിച്ച് ഒരെണ്ണം പൊങ്ങി വന്നിട്ടേ നമ്മൾ അടുത്ത ഒഴിക്കാവൂ. അപ്പോൾ ഒരു വശം നല്ല ചുമന്ന്, മറ്റേത് പൊങ്ങി വന്നപ്പോൾ അവന് സ്ഥലക്കുറവായി. നമ്മുടെ നെയ്യപ്പം റെഡി. 2 എണ്ണമായി, 3 എണ്ണമായി. കൊള്ളാം. കഴിച്ചോ എല്ലാവരും കഴിച്ചോ.